ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നാൾ നമ്മൾ കൊഞ്ച് കറി വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമോന്ന്. അപ്പോൾ സമയം കിട്ടുന്ന ടൈമിലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ, ഷോപ്പൊക്കെ ഉള്ളതൊക്കെ നോക്കണ്ടേ. അപ്പം ദാണ്ടേ കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ, അന്ന് കിട്ടിയതിനെ കാട്ടിയിട്ട് വലിയ കൊഞ്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീൻ കിട്ടാത്ത ടൈം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ മീൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോഴത്തേക്ക് കൊഞ്ച് കിട്ടി. അങ്ങനെ ആ കൊഞ്ച് കൊണ്ടുവന്ന് നമ്മൾ വൃത്തിയാക്കാനായിട്ട് വെച്ചു. എന്നിട്ട് തേങ്ങ തിരുവി അതിൻ്റെ അകത്തുള്ള കൊച്ചുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചു. ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കൊഞ്ച് കറി വെക്കുന്നത്. അതിനുശേഷം തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമ്മൾ അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കുകയാണ്. അങ്ങനെ ഇളക്കി നല്ല ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ബ്രൗൺ ആക്കത്തില്ല ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്ന അങ്ങനെ കറി എനിക്കിഷ്ടമല്ല, ഇവിടെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു മൂക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി. എന്നിട്ട് ആ തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി. നല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, വീട്ടിലൊക്കെ നമ്മൾ ഇതാക്കുന്ന കണക്കത്തുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഈ കവർ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കൊള്ളത്തില്ല. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ മുളക് പൊടിയും ഇട്ട് നല്ല രീതിക്ക് നമ്മളൊന്ന് മൂപ്പിച്ചു കേട്ടോ. മൂപ്പിച്ചതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് നല്ല കണക്ക് ഇളക്കി നല്ല രീതിക്ക് സെറ്റാക്കി. അതിനുശേഷം കുറച്ച് കറി മസാല, കാര്യം കൊഞ്ചാണ് അപ്പോൾ നമുക്കൊരു മസാല ഉണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ കൊഞ്ചിന്. അങ്ങനെ കറി മസാല പൊടിച്ചതും കൂടി ഇട്ട് കേട്ടോ. ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടിയിട്ടുള്ള തക്കാളി, കൊച്ചുള്ളി ഇടും കേട്ടോ, എണ്ണ വഴട്ടാൻ നേരത്ത്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇത് ഇത്രയും സെറ്റാക്കി വെച്ച് ഒരു കൈപ്പിടി പുളി അത് നല്ല കണക്ക് പിഴിയാനായിട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് തീ കത്തിച്ചു. നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഈ നമ്മൾ ഇതാക്കി വെച്ചതിൻ്റെ അകത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഈ തേങ്ങയെ നല്ല കണക്ക് അടിച്ചെടുത്ത് കേട്ടോ. അടിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി ചൂടായി. ചട്ടിക്കകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ച് ഈ പൊട്ടി വരുന്ന ടൈമിലൊരു പത പോലെ വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ല കണക്ക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. കാര്യം കൊച്ചുള്ളിയാണ് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടുള്ളത്, ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് നല്ല കണക്ക് വഴണ്ട് വരണ്ടുള്ളത്. അപ്പം കൊച്ചുള്ളി ഇട്ട് കേട്ടോ. കൊച്ചുള്ളി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല കണക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ച് പറക്കിയിടും കേട്ടോ. കൊഞ്ച് ഞാൻ അപ്പോഴ് എണ്ണയിലോട്ട് പറക്കിയിടും. നമ്മൾ വൃത്തിയാക്കി വെച്ച കൊഞ്ച് കൊണ്ടുവന്ന് നമ്മൾ അതിന് തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കൊഞ്ചിനെ കൊണ്ടുവന്ന് ഇട്ട് കേട്ടോ. കൊഞ്ച് ഇതിൻ്റെ അകത്ത് ഇടും. അങ്ങനെ കൊഞ്ച് നല്ല സെറ്റായി അതിനെ വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിൻ്റെ അകത്തുള്ള ആ ഒരു കറുത്തൊരു സംഭവം എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ അത് വൃത്തിയാക്കുന്നതിന് നമ്മൾ വീഡിയോ എടുത്തില്ല. അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്തു, നല്ല കണക്ക് ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് കണ്ടോ ആ കൊഞ്ചിൻ്റെ അകത്ത് കണ്ടോ ആ എണ്ണയിലിട്ടപ്പോൾ തന്നെ അതൊന്ന് ചെറുതായിട്ട് ചുരുണ്ട് വന്നു. അപ്പോൾ അതങ്ങനെയാക്കി സെറ്റാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കേട്ടോ. ഇതിലോട്ടിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മൾ ആ വറുത്ത ആ ചട്ടിക്കകത്തുള്ള വെള്ളവും പിന്നെ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. നല്ല കണക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നല്ല കണക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കി കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്. അങ്ങനെ വീണ്ടും ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഒരടപ്പെടുത്ത് വെച്ച് നമ്മളത് അടച്ച് നല്ല കണക്ക് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മോനിക്ക് നമ്മുടെ തല കളയാൻ തോന്നിയില്ല, കാര്യം നല്ല തലയായിരുന്നു കേട്ടോ. അങ്ങനെ അതിനെന്ത് ചെയ്തു, നമ്മൾ നല്ല രീതിക്ക് മൊരിച്ചെടുത്തു. അപ്പോൾ ഒരാൾ ഓടി വരികയാണ് കേട്ടോ, തല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓടി വന്ന് അത് മേടിച്ചുകൊണ്ട് പോയി അവൻ പോയിരുന്നു ഒറ്റയ്ക്ക് കഴിച്ചു. ഗൈസ് ഞങ്ങൾക്ക് തന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല സെറ്റായി ഞാൻ ഇറക്കി വെക്കുകയാണ്. ഇറക്കി നമ്മളിതാ കൊണ്ടുവന്നു ഇവിടെ വെച്ചു, സ്റ്റാൻഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഈ ഒരൊറ്റ കറി മാത്രം മതി ഗൈസ്. തക്കാളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി കണ്ടോ ആ കറിക്കകത്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.